അമൃതയ്ക്ക് ഈ വീട്ടിലെ ഏറ്റവും ഇഷ്ടം മാളുവിനോടാണല്ലേ? അല്ല, അമൃത ഈ വീട്ടിൽ വന്ന ശേഷം ആകെ സംസാരിക്കുന്ന കണ്ടത് അവളോട് മാത്രാ. അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഞാനും ഒരു സംസാരപ്രിയനാ, എന്നോട് സംസാരിക്കാട്ടോ. പക്ഷേ മുത്തശ്ശനോടെങ്കിലും അത് പറയായിരുന്നില്ലേ? എനിക്ക് മുത്തശ്ശനെ വിഷമിപ്പിക്കാൻ കഴിയില്ല. മുത്തശ്ശന്റെ സന്തോഷത്തിന് വേണ്ടി മാത്രമാ ഞാൻ ഈ കല്യാണത്തിന് സമ്മതിച്ചത്. അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും സ്വാർത്ഥയായ സ്ത്രീ എന്റെ ഏട്ടത്തിയാണെന്ന് എനിക്ക് പറയേണ്ടി വരും. മുത്തശ്ശനെ വിഷമിപ്പിക്കാതിരിക്കാൻ ഏട്ടത്തി ഈ കല്യാണത്തിന് സമ്മതിച്ചു. പക്ഷേ ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അതേ മുത്തശ്ശൻ ജീവനോടെ ഉണ്ടാവുമോ? അതെപ്പോഴെങ്കിലും ഏട്ടത്തി ആലോചിച്ചിട്ടുണ്ടോ? വീട്ടുകാരുടെ കാര്യം പോട്ടെ, ശ്രീയേട്ടനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ പിന്നെ ശ്രീയേട്ടൻ ജീവിച്ചിരിക്കോ? ആദ്യം ആത്മഹത്യ ചെയ്യാൻ പോകുന്നത് എന്റെ ശ്രീയേട്ടനായിരിക്കും. എന്റെ ഏട്ടൻ ഒരു പാവോ ഏട്ടത്തി. ഏട്ടത്തിയോട് എന്ത് സ്നേഹാന്നറിയോ? ഏട്ടത്തി ഏട്ടൻ കാണുന്നത് ഒരു ദേവിയെ പോലെയാ. അമ്പലം ഉണ്ടാക്കിയിട്ടില്ല, അത്ര വ്യത്യാസമേ ഉള്ളൂ. മാളു, ഞാൻ ആഗ്രഹിച്ച ജീവിതം അല്ല ഇത്. ഏട്ടത്തി ആഗ്രഹിച്ചതിനേക്കാളും നല്ലൊരു ജീവിതമായിരിക്കും ശ്രീയേട്ടന്റെ കൂടെ ഉണ്ടാവാൻ പോകുന്ന. ഇപ്പൊ ഏട്ടത്തിക്ക് അത് മനസ്സിലാവില്ല, പക്ഷെ ഒരു ദിവസം അത് മനസ്സിലാവും ഏട്ടത്തി. ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ കാര്യം ശ്രീയേട്ടനോട് പറയാം. വേണ്ട, ശ്രീനാഥ് ഇക്കാര്യം അറിഞ്ഞ പിന്നെ മുത്തശ്ശൻ അറിയും. മുത്തശ്ശൻ അറിഞ്ഞ വലിയ പ്രശ്നമോ? ആരും ഒന്നും അറിയരുത് മാളു. ശരി, ഞാൻ ആരോടും ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യണം. ഇനി മേലാൽ ഏട്ടത്തി ഇങ്ങനൊന്നും ചിന്തിക്കില്ലെന്ന് എന്റെ തലേ തൊട്ട് സത്യം ചെയ്യണം. സത്യം ചെയ്യ ഏട്ടത്തി, അല്ലെങ്കിൽ എനിക്ക് ശ്രീയേട്ടനോട് പറയേണ്ടി വരും. വേണ്ട, സത്യം, ഇനി ഞാൻ ഇങ്ങനെയൊന്നും ചിന്തിക്കില്ല. ഉറപ്പാണോ? ഉറപ്പ്. ആഹാ, എന്താ രണ്ടുപേരും കൂടെ ഇവിടെ ഒരു രഹസ്യയോഗം? എന്താ രണ്ടുപേരുടെ മുഖം വല്ലാതിരിക്കുന്നത്? ഏ ശ്രീയേട്ടൻ എന്താ? ഞങ്ങള് നല്ല ഹാപ്പിയാ അല്ല ഏട്ടത്തി? അതെ ശ്രീയേട്ടാ, ഞങ്ങള് നാത്തൂമാര് തമ്മില് പല കാര്യങ്ങളും സംസാരിക്കും അല്ല ഏട്ടത്തി? തൽക്കാലം അതിലൊന്നും കെമിസ്ട്രി മാഷ ഇടപെടണ്ട, കേട്ടല്ലോ? ശരി, നാത്തൂമാരുടെ സംസാരം നടക്കട്ടെ, ഞാൻ അതിലൊന്നും ഇടപെടാമെന്നല്ല. പിന്നിപ്പ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേ? ടോയ്ലറ്റിൽ പോയ ആളെ കുറെ നേരമായിട്ട് കാണാതെ വന്നപ്പോ ഞാൻ അന്വേഷിച്ചു വന്നതാ. ഓഹോ, ഭാര്യ ഒരു 5 മിനിറ്റ് കാണാതായ അപ്പ അന്വേഷിച്ചു വരുമല്ലേ? എന്നാലേ അത്ര വെപ്രാളൊന്നും വേണ്ട. ഏട്ടത്തിയുടെ കാര്യങ്ങൾ അന്വേഷിക്കാൻ നാത്തൂനായ ഞാനിവിടെ ഉണ്ട്, കേട്ടോ? അതുകൊണ്ട് തൽക്കാലം കെമിസ്ട്രി മാഷ് ഭാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ട. ആയിക്കോട്ടെ, നിങ്ങൾ നാത്തൂമാര് തമ്മിൽ സംസാരിച്ചു, ഞാൻ പോവാ. അതാ നല്ലത്. ആഹാ, സംസാരിച്ചിട്ട് വേഗം വാ. ഏട്ടത്തി കരഞ്ഞോ? സാരല്ല, മനസ്സിന് സമാധാനം കിട്ടുമെങ്കിൽ കരയുന്നത് നല്ലതാ. ഏട്ടത്തി, ഈ വീട്ടിലെല്ലാവർക്കും ഏട്ടത്തിയെ ഒരുപാട് ഇഷ്ടാ. ഏട്ടത്തിക്ക് എന്തെങ്കിലും സംഭവിച്ചാ അത് സഹിക്കാനുള്ള ശക്തി ഞങ്ങൾക്ക് ആർക്കും ഇല്ല, പ്രത്യേകിച്ച് ശ്രീയേട്ടന്. അതുകൊണ്ട് ഞങ്ങളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യവും ഇനി ഏട്ടത്തിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. വാ, അകത്തേക്ക് പോവാ. വാ. വാ. ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ? അപ്പൊ ശരി, എന്നാ എല്ലാം പറഞ്ഞതുപോലെ. ശ്രീയേട്ടാ, ഞാൻ എന്നാ പോവാണേ.
മാളു ആ? നീ അവിടെ ഇരിക്ക്. ഞാൻ കൊണ്ടുവിടാം. അമൃത ഞാനൊന്ന് പോയിട്ട് വരാവേ. വേണ്ട ശ്രീയേട്ടാ, ശ്രീയേട്ടൻ കിടക്കാൻ നോക്ക്. എടി ഈ രാത്രി നീ ഒറ്റയ്ക്ക്. ഭരതമാമ ഉണ്ടല്ലോ, ഭരതമാമ എന്നെ കൊണ്ടുവിട്ടോളൂ. ഉറപ്പാണോ? ആ ഉറപ്പാ. ഉം, ഉം, ഞാൻ പോട്ടെ ഏട്ടത്തി എന്നല്ലേ. ഉം. മാളു പോയി. ഇരിക്കൂ. അമൃതയ്ക്ക് ഈ വീട്ടിലേറ്റവും ഇഷ്ടം മാളുവിനോടാണല്ലേ? അല്ല, അമൃത ഈ വീട്ടിൽ വന്ന ശേഷം ആകെ സംസാരിക്കുന്ന കണ്ടത് അവളോട് മാത്ര. അതുകൊണ്ട് ചോദിച്ചാട്ടോ. ഞാനും ഒരു സംസാരപ്രിയനാ. എന്നോട് സംസാരിക്കാട്ടോ. അധ്യാപകനായതുകൊണ്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ പിള്ളേരോട് സംസാരിച്ച് വീട്ടിലെത്തിയാലും മിണ്ടായിരിക്കാൻ പറ്റാത്ത അവസ്ഥയാ. മാളൂട്ടി എന്നെ പോലെയാ, ചുമ്മാ വർത്താനം പറഞ്ഞോണ്ടിരിക്കും. അതെ, എലോൺ മസ്കിനെ കുറിച്ച് അവൾ എന്തെങ്കിലും പറഞ്ഞോ? അല്ല, പറയും. സ്പേസ് എക്സിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുക്കും. ഇപ്പൊ അവൾ എന്നെ ഇങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പുള്ളി ഒരു അന്യായ സംഭവം കേട്ടോ. തനിക്ക് തനൂല റൈലിയുടെ കഥ അറിഞ്ഞൂടെ? അറിയില്ല? ആ, പുള്ളി തനൂല റൈലിയെ 2 തവണ കല്യാണം കഴിച്ചു, 2 തവണ ഡിവോഴ്സും ചെയ്തു. അല്ല, ഒരിക്കപ്പാളിയ നമ്മളൊക്കെ പിന്നെ ആ വഴിക്കേ പോകത്തില്ലല്ലോ. പിന്നെയും പുള്ളി വീണ്ടും ആ വഴിക്ക് തന്നെ പോയി. അതാണ് കോൺഫിഡൻസ് അല്ലേ? എനിക്ക് ഉറക്കം വരും. കിടന്നോളൂ. അല്ല, ഇനിയിപ്പോ പഴയതുപോലെ മാളൂട്ടി അങ്ങനെ സംസാരിക്കാൻ കിട്ടിയെന്ന് വരില്ല. മാളൂട്ടിയുടെ കല്യാണം ഉറപ്പിച്ചില്ലേ? കല്യാണം കഴിഞ്ഞാൽ പിന്നെ അവള് ഭർത്താവിന്റെ വീട്ടിലായിരിക്കുമല്ലോ. ഇപ്പോ ഓടി വരുന്നത് പോലെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങോട്ട് വരാനൊന്നും അവക്ക് പറ്റില്ലല്ലോ. ഉറങ്ങിയ ഇത്ര പെട്ടെന്നോ?